സാധാരണക്കാരന്റെ ഇടത്തരക്കാരന്റെയും പൊള്ളത്തരങ്ങളും കോമാളിത്തരങ്ങളും ഒക്കെ ജീവിതത്തിന്റെ പൊള്ളത്തരങ്ങളും കോമാളിത്തരങ്ങളും ഒക്കെ വെള്ളിത്തിരയിൽ എത്തിക്കാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളോടൊപ്പം എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? ശ്രീനിവാസന്റെ സിനിമകൾ കാണാറുണ്ട്. ഇഷ്ടപ്പെട്ട സിനിമ അത്യാവശ്യം സിനിമകൾ കാണാറുണ്ട്. 48 വർഷത്തെ ഒരു സിനിമ സബരിയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന സംവിധായകൻ, നടൻ, തിരക്കഥാകൃത്ത്. അത് അവസാനിച്ചു എന്ന് പറയുന്നത് അല്പം വേദനയോടെയല്ലേ? തീർച്ചയായിട്ടും. അതാണ് പൊതുജനങ്ങൾക്കും പറയാനുള്ളതാണ്. കാരണം ശ്രീനിവാസന്റെ സിനിമകൾ കാണാറുള്ള, ശ്രീനിവാസന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, ഇഷ്ടമാണ്. എന്താണ് പറയാനുള്ളത് ഇപ്പൊ ഈ സമയത്ത്? സത്യം പറഞ്ഞാൽ ഇത്രയും കഴിവുള്ളൊരു മനുഷ്യൻ നമ്മളെ വിട്ടുപോയതിന് ഭയങ്കര സങ്കടമുണ്ട്. ഒരു നടൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യസ്നേഹിയാണ്, കൃഷിക്കാരനാണ്. അതിലുപരി പുള്ളി നല്ല നല്ല ജീവൻ തുടിക്കുന്ന തിരക്കഥകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അത്ര കഴിവുള്ളൊരു ലെജൻഡിനെ ഞാൻ കണ്ടിട്ടില്ല. വെരി ടാലന്റഡ്. നമുക്ക് വിട്ടുപോയതിൽ ഭയങ്കര സങ്കടമുണ്ട്. അത് തന്നെയാണ് പറയാനുള്ളത്. ലെജൻഡാണ്. മലയാള സിനിമയുടെ ഒരു കാലഘട്ടം മുഴുവൻ അടയാളപ്പെടുത്തിയ ഒരു ഇതിഹാസമാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ. അത് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന 4 വർഷമായി അദ്ദേഹം അനാരോഗ്യത്തെ തുടർന്ന് പലതവണയും ചികിത്സയിലായിരുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൊക്കെ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു രോഗലക്ഷണങ്ങളും ഇല്ലാതെ, വളരെ പെട്ടെന്ന് ഒരു അറിയിപ്പുമില്ലാതെ അദ്ദേഹം കടന്നുപോയി, മിണ്ടാതെ കടന്നുപോയി എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിട്ടും അദ്ദേഹത്തെ സ്നേഹിച്ചവരെ സംബന്ധിച്ചിട്ടും അങ്ങേയറ്റം വേദനാജനകമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് സാധാരണ സിനിമയ്ക്കപ്പുറം കേരളത്തിലെ ഒരു പൊതുവായിട്ടുള്ള വിഷയം, അതല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ, ഏത് വിഷയത്തിലും ശ്രീനിവാസന്റെ ഒരു പ്രതികരണം കേൾക്കാൻ മലയാളി ആഗ്രഹിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ, അദ്ദേഹം വിശ്വസിച്ചു പോകുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പൊതുവെ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് പറയുമ്പോഴും ഇടതുപക്ഷത്തെ ഏറ്റവും അധികം വിമർശിച്ചൊരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എടുത്തു നോക്കിയാൽ ആർക്കും അനുകരിക്കാൻ കഴിയുന്ന, ആരെയും ആകർഷിക്കുന്ന ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തി. അങ്ങനെ നമുക്ക് അദ്ദേഹത്തെ ഒത്തിരി ഓർക്കാനുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി ഓർക്കാനുണ്ട്. ഇപ്പൊ ടോം പറഞ്ഞ പോലെ സന്ദേശമായാലും അറബിക്കഥയായാലും ഒക്കെ ഇടതുപക്ഷ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയം വിളിച്ചു പറയുന്ന സിനിമകളാണെങ്കിൽ പോലും അതിലുണ്ടായിട്ടുള്ള അപജയവും അദ്ദേഹം കൃത്യമായിട്ട് രേഖപ്പെടുത്തി പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ശ്രദ്ധേയം. രാഷ്ട്രീയ അപജയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തുന്നു. കുടുംബത്തിലുണ്ടാകുന്ന അപജയങ്ങൾ എന്തൊക്കെയാണ്? വടക്കുനോക്കി യന്ത്രം സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരാളുടെ, ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടെന്ന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ എങ്ങനെയൊക്കെ, ഏതൊക്കെ തരത്തിലാണ് വെള്ളിത്തിരയിൽ അഡ്രസ്സ് ചെയ്തത് എന്നുള്ളത് നമുക്ക് സീക്വൻസ് ആയിട്ട് നമുക്കറിയാം. അദ്ദേഹം സൈക്യാട്രിസ്റ്റിന് എഴുതുന്ന ഒരു കത്ത് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ സീക്വൻസ് ആയിട്ടും ഇങ്ങനെ ഓർമ്മയിലെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നമുക്ക് ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ ഇല്ലാതാകുമ്പോൾ അദ്ദേഹം അവശേഷിപ്പിക്കുന്ന ഒരു വലിയ കൂട്ടം സിനിമകളുണ്ട്, ഒരു വലിയ കൂട്ടം സന്ദേശമുണ്ട്, വലിയ ബൃഹത്തായ ചർച്ചയിലേക്ക് നയിക്കേണ്ടുന്ന വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതും സാധാരണക്കാരന്റെയും ഇടത്തരക്കാരന്റെയും കോംപ്ലക്സുകളെയും പ്രശ്നങ്ങളെയും ഒക്കെ നർമ്മത്തിന്റെ ഭാഷയിൽ ശ്രീനിവാസനെ അനുകരിക്കാൻ കഴിയുന്ന മറ്റൊരു തരത്തിലുള്ള, അത് ഒരു ഡിഫറന്റ് വേ ഓഫ് ഈ പറഞ്ഞ കോമഡി ആയിരുന്നു എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന്റെ തനതായ രീതിയിലുള്ള ശ്രീനിവാസൻ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു നർമ്മ ഭാവനയായിരുന്നു അത്. ആ കാലം, ആ ഇറ അവസാനിക്കുകയാണ് എന്ന് വേണം പറയാൻ. എന്തായാലും ഇവിടെ ടൗൺ ഹാളിലാണ് നമ്മളിപ്പോഴുള്ളത്. അദ്ദേഹത്തിന്റെ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം വന്നുപോയി കഴിഞ്ഞു. മുഖ്യമന്ത്രി 1 മണി 1:30 1 മണി കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. മമ്മൂട്ടി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കേണ്ടായി. സിനിമാ മേഖലയിലെ നിരവധി ആളുകൾ, റോഷൻ ആൻഡ്രൂസ്, ജോണി ആന്റണി തുടങ്ങിയ നിരവധി ആളുകളൊക്കെ ഇപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, റോഷൻ ആൻഡ്രൂസും അദ്ദേഹം കൂടി ചെയ്തിട്ടുള്ള ഉദയനാണ് താരം മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിലൊന്നാണ്. അത് ഓർമ്മപ്പെടുത്തുന്നത്, അല്ലെ അടയാളപ്പെടുത്തുന്നത് ശ്രീനിവാസൻ എന്ന് പറയുന്ന തിരക്കഥാകൃത്തിന് മാത്രം കഴിയുന്ന, അദ്ദേഹത്തിന് കഴിയുന്ന ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ, ഇതൊക്കെ നമുക്കറിയാം. അങ്ങനെയാണ് ശ്രീനിവാസനെ മലയാള സിനിമ ഓർക്കുന്നത്, അല്ലെ മലയാളി ഓർക്കുന്നത്. വീട്ടിലൊരാളെ നഷ്ടപ്പെട്ട വേദനയോടുകൂടിയാണ് മലയാളികൾ ഓരോരുത്തരും ഇപ്പോൾ ശ്രീനിവാസനെ, അദ്ദേഹത്തെ ഓർക്കുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോ ഉദയനാണ് താരം വരെ ഉള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഏറെയുണ്ടല്ലോ, ഒരു 48 വർഷം ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന സംഭാവന, കുടുംബത്തിൽ ഒരാളെ നഷ്ടപ്പെട്ട വേദനയോടുകൂടിയാണല്ലോ മലയാളികൾ ഇപ്പോൾ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്. തീർച്ചയായും ഈ 48 വർഷം എന്ന് പറയുമ്പോൾ ഒരു അരനൂറ്റാണ്ട്, ഒരു കാലഘട്ടം അവസാനിക്കാം മലയാള സിനിമയുടെ. അങ്ങനെ നമുക്കതിനെ കരുതേണ്ടി വരും. കാരണം
മലയാള സിനിമയിൽ അദ്ദേഹം കൈവച്ച എല്ലാ മേഖലയിലും അദ്ദേഹം നായകനാണെന്ന് പൊതുവെ പറയാൻ. കാരണം നായകൻ എന്ന നിലയിൽ നമുക്ക് നായക സങ്കല്പമുണ്ട് മലയാളിയെ സംബന്ധിച്ച്. ആ നായക സങ്കല്പങ്ങളെ പോലും മാറ്റിമറിച്ചൊരു അതുല്യ പ്രതിഭ. മാത്രമല്ല തിരക്കഥയിൽ അദ്ദേഹത്തിന്റെ തിരക്കഥകളെല്ലാം നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അധികം വ്യത്യസ്തനാക്കിയത്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു സ്വദേശം തലശ്ശേരിക്കാരനല്ലേ, അദ്ദേഹം തലശ്ശേരിക്കാരനാണ്. പക്ഷെ കുറെ നാളുകളായി കൊച്ചിയിലാണ്. ഈ നാടുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ബന്ധം എങ്ങനെയാണ്? നാടുമായിട്ട് നല്ല എല്ലാവരും സൗഹൃദമാണ്. അതുപോലെ തന്നെ ഒരു പാവപ്പെട്ട എല്ലാവരെയും സഹായിക്കാനും എല്ലാത്തിനും ഉള്ള ഇതാണ്. അല്ലെങ്കിൽ ആ കുടുംബമായിട്ട് അല്ലെങ്കിൽ ശ്രീനിവാസനായിട്ട് നിങ്ങളുടെ കുടുംബത്തിനൊക്കെ വ്യക്തിപരമായ ബന്ധമുണ്ടാകും? ചെറിയ അടുപ്പമുണ്ട്. എങ്ങനെയാ ശ്രീനിവാസൻ എങ്ങനെ നാട്ടുകാരെ ഓർക്കുന്നത്? നാട്ടുകാരോടൊക്കെ എല്ലാവരും സ്നേഹത്തിലും എപ്പോൾ നല്ല അവിടെ നാട്ടിലൊക്കെ വരാറുണ്ട്. പാനൂര് പാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. അല്ല, എങ്ങനെയാ നാട്ടുകാരോട് എങ്ങനെയായിരുന്നു? നല്ല സൗഹൃദമായി എല്ലാവരും നല്ല ഇടപെടലാണ് ചെയ്യുന്നത്. ഓക്കെ. അല്ല, അദ്ദേഹം ഈ സിനിമയിലേക്ക് വന്നതും അതിനുശേഷവും ഒക്കെ എങ്ങനെയാ ഈ പാട്യം എന്ന ആ പ്രദേശവുമായൊക്കെ വലിയ അടുപ്പമുണ്ടായിരുന്നു, ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു? ഇല്ല, പിന്നെ പുള്ളി സിനിമ ബന്ധമായിട്ട് മദ്രാസിൽ ചെന്നൈയിലൊക്കെ പോയി. പിന്നെ വല്ലപ്പോഴും അവിടെ തറവാട് വീടുണ്ട് പാട്യത്ത്, അവിടെയെല്ലാം വരും. എല്ലാവരുമായിട്ടും ബന്ധുക്കളൊക്കെ ഉണ്ട്. സ്വന്തമായിട്ട് ബസ്സൊക്കെ ഉണ്ടായി അവർക്ക്. ശ്രീനിവാസന്റെ അച്ഛനൊക്കെ ബസ്സൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെ അതാണ് ആ വരവേൽപ്പ് എന്ന് പറഞ്ഞ പടം അങ്ങനെ ഇതായതാണ്. വരവേൽപ്പ് 2 ബസ്സുണ്ട്, അതങ്ങനെ പോയതാണ്. ബസ്സൊക്കെ ഉണ്ടായത് തന്നെ ജീവിതാനുഭവങ്ങളായിരിക്കും. വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ അതെ. അതാണ് ശ്രീജ. കാരണം ഇങ്ങനെ സാധാരണക്കാരായ മനുഷ്യനും ശ്രീനിവാസനെ കുറിച്ച് ഓർക്കുന്നതാണ്. ഈ വരവേൽപ്പെന്ന സിനിമയുടെ ഒരു പശ്ചാത്തലം പോലും നാട്ടുകാരനായിട്ടുള്ള തലശ്ശേരിക്കാരനാണ് ഇദ്ദേഹം പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ പിതാവിന്, അതായത് ശ്രീനിവാസന്റെ അച്ഛന് ഒരു ബസ്സുണ്ടായിരുന്നു, 2 ബസ്സുണ്ടായിരുന്നു. അന്ന് വലിയ തകർച്ച നേരിട്ടു, സാമ്പത്തിക തകർച്ച നേരിട്ടു. അത്തരം അനുഭവങ്ങളൊക്കെയായിരുന്നു ശ്രീനിവാസന്റെ അനുഭവങ്ങൾ. അല്ലെങ്കിൽ ഓരോ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതങ്ങളും സിനിമയാക്കുന്നു. അങ്ങനെ ഒരുപക്ഷെ നമുക്ക് ചില ശ്രീനിവാസന്റെ സിനിമകളിലെ ചില രംഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ള ചില കഥകളാകാം. അല്ലെങ്കിൽ ഒരു ചെറിയ പ്രതിസന്ധികൾ നേരിട്ട മനുഷ്യർ അതിനെ അതിജീവിക്കുന്ന അനുഭവങ്ങളൊക്കെ വളരെ ഹാസ്യത്തോടുകൂടി അവതരിപ്പിച്ച സിനിമകൾ. അതാണ് ശ്രീനിവാസനെ നമുക്കെല്ലാവർക്കും ഇത്ര പ്രിയപ്പെട്ടവനായി, ഒരു പ്രിയപ്പെട്ടൊരു മനുഷ്യനായി നമ്മളൊക്കെ കരുതിയിരുന്നതും. ഇന്ന് കാണാം, ഇത് 1 മണിക്കാണ് പൊതുദർശനം ആരംഭിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പൊതുദർശനം ആരംഭിച്ചു. ആദ്യം ഔദ്യോഗികം അറിയിച്ചിരുന്നത് 1 മണിക്കൂർ നീണ്ടത്തെ പൊതുദർശനം, അതായത് 1 മണി മുതൽ 2 മണി വരെ എന്നാണ്. ഇതിപ്പോൾ 3 മണിയായി നീട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരുപക്ഷെ ഈ 3 മണി കഴിഞ്ഞാലും പൊതുദർശനം അവസാനിക്കുമെന്ന് കരുതുന്നില്ല. കാരണം അത്രയധികം ആളുകൾ ഓരോ നിമിഷവും ശ്രീനിവാസനെ അറിയാവുന്നവർ, അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുന്നവർ. ഈ ശ്രീനിവാസന്റെ സിനിമ എന്ന് പറയുമ്പോൾ മലയാളി ഏതൊരു വ്യക്തിയും ഏതൊരു മലയാളിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ശ്രീനിവാസന്റെ സിനിമകളിലെ ഒരു നർമ്മരംഗമെങ്കിലും നമ്മൾ ഓർക്കാത്ത അല്ലെങ്കിൽ പറയാത്ത ആളുകൾ കുറവായിരിക്കും. കാരണം അതാണ് ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭ. നമ്മൾ ഓരോരുത്തരെയും പക്ഷേ ഇത് ലാർജർ അല്ല, നമ്മൾ ഓരോരുത്തരും എവിടെയെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വികാരങ്ങളെ അത്രത്തോളം കണക്ട് ചെയ്ത് സിനിമയിൽ കാണിച്ച നമ്മൾ തന്നെ അല്ലേ അത് എന്ന് സംശയം തോന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ അയൽപ്പക്കത്തെയോ നമ്മുടെ ബന്ധത്തിലുള്ള ഒരാളെ പോലെയോ ഒക്കെയുള്ള എത്രയെത്ര കഥാപാത്രങ്ങളാണെന്നൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ വരവേൽപ്പിലെ ബിസിനസ് ചെയ്യാനിറങ്ങിയ ആളാണെങ്കിലും, അല്ലെങ്കിൽ ഭാര്യയുടെ സമ്മർദ്ദം കൊണ്ട് തലയണ മന്ത്രത്തിൽ ബുദ്ധിമുട്ടുന്ന കഥാപാത്രമായാലും, അങ്ങനെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു വഴിത്തിരിവിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു ശ്രീനിവാസൻ സിനിമയിൽ. ഈ വന്ന ആൾക്കൂട്ടത്തിൽ ആരൊക്കെയോ ആ കഥാപാത്രങ്ങളായി അല്ലെങ്കിൽ അവർക്കറിയുന്ന കഥാപാത്രങ്ങളായി അവരുണ്ടായിരുന്നു. അതായിരിക്കുമെന്ന് തോന്നുന്നു മലയാളികൾക്ക് തങ്ങളിൽ ഒരാൾ പോയി, തങ്ങളുടെ വീട്ടിൽ ഒരാൾ പോയി എന്ന ഈ ദുഃഖത്തിന് കാരണം. തീർച്ചയായും